മണ്ടു, എന്താ? എനിക്കൊരു ഐഡിയ. എന്താ ഐഡിയ? നീങ്ങ വാ. എന്താ? എടി, നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു. എടി, ഗൾഫിൽ നിന്ന് വന്ന ശേഷം എന്ത് ബിസിനസ് ചെയ്യുന്ന ആലോചിച്ച് തല കുത്തി മറിയായിരുന്നല്ലോ. ആ ബിസിനസ് എനിക്ക് കിട്ടി. എന്ത് ബിസിനസ്? നമ്മൾ ഒരു കോളേജ് തുടങ്ങാൻ പോകുന്നു. കോളേജോ? ഓ, കോളേജ് എന്ന് പറയുമ്പോ ആർട്സ് സയൻസ് എന്തിന്റെ കോളേജാ? അതൊന്നുമല്ല. ആ കോളേജിന്റെ പേര് കേട്ടാ നീ ഞെട്ടും. അതെന്താണോ ഞെട്ടണം കോളേജ്? കോളേജ് ഓഫ് ലവ്. കോളേജ് ഓഫ് ലവ്. അതെന്തോന്നാ? പ്രേമം മാത്രം പഠിപ്പിക്കുന്ന ഒരു കലാലയം. നിങ്ങൾക്ക് എന്താ വട്ടായോ? ഇതെന്ത് മണ്ടത്തരം ഈ പറയണേ? പ്രേമം പഠിപ്പിക്കാൻ കോളേജോ? എടി, നീ ആ ടിവിയിലെ ദൃശ്യങ്ങൾ കണ്ടില്ലേ? മലയാളിക്ക് ഇപ്പൊ അത്യാവശ്യം എന്താണ്? എന്താ? പ്രേമവും ചുംബനവും. അത് പഠിപ്പിക്കുന്ന ഒരു കലാലയം. ആ, മകള് അമ്മയെ ചുംബിക്കണം, അമ്മ മകളെ ചുംബിക്കണം. സതീശിൽ സെൻറ്റർ വരും. ഇതാ ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ. ഓക്കെ. സ്നേഹം, പ്രേമം, പ്രണയം, ചുംബനം എല്ലാം പഠിക്കാൻ വരൂ സത്യശീലൻസ് കോളേജ് ഓഫ് ലവ്. സാറിന്റെ മോള് പരസ്യത്തിലും സിനിമയിലൊക്കെ തിളങ്ങും. നല്ല ഭാവിയുണ്ട്. എന്റെ മോളുടെ ഭാവി ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ ഭാവി കളയാതിരുന്നാ മതി. സാറ് നല്ല തമാശക്കാരനല്ലേ? എനിക്കൊരു സജഷൻ ഉണ്ട്. എന്താണ്? മോള് ഏതെങ്കിലും ഫിലിം സ്റ്റാറിനെ കിസ് ചെയ്യുന്നതല്ലേ നല്ലത്? ഒരു വൈഡ് പബ്ലിസിറ്റി വരും. എനിക്ക് അത്ര വൈഡ് പബ്ലിസിറ്റി വേണ്ട. താൻ ആ ആഡ് കട്ട് ചെയ്തിട്ട് എന്നെ ഏൽപ്പിക്കും കേട്ടോ. വാ. ചേച്ചിയെ കാണുമ്പോ എനിക്കൊരു ഫിലിം സ്റ്റാറിന്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. ഞാൻ ഡയറക്ടേഴ്സ് നമ്പർ കൊടുക്കട്ടെ? അയ്യോ, എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നും ഇല്ല. എന്നാ നമ്പർ എനിക്ക് തരുമോ? എന്താണ് ചേച്ചി? ഷൂട്ടിംഗ് ഒക്കെ നടക്ക് വീട്ടിൽ. സ്നേഹം, പ്രേമം, പ്രണയം, ചുംബനം എല്ലാം പഠിക്കാൻ വരൂ സത്യശീലൻസ് കോളേജ് ഓഫ് ലവ്. കോളേജ് ഇവിടെ നടത്തിക്കില്ല. നിർത്തൂ. ആരാണ് ഈ സത്യശീലൻ? ഞാനാണ് സത്യശീലൻ. താനാണോ ഈ പിള്ളേരെ കെട്ടിപ്പിടുത്തം പഠിപ്പിക്കുന്ന മാഷെ? കെട്ടിപ്പിടുത്തം പഠിപ്പിക്കുന്നത് ഞാനല്ല, അതിന് വേറെ സാറുണ്ട്. അതെന്താ, നിങ്ങൾ കെട്ടിപ്പിടുത്തം പഠിക്കാൻ വേണ്ടി വന്നതാണോ? താനെന്താ കളിയാക്ക? താൻ ഈ സദാചാര പോലീസ് കേട്ടിട്ടുണ്ടാ? പിന്നെ സദാചാര പോലീസ് കേട്ടിട്ടുണ്ട്. എവിടെ? ഞങ്ങളാണ് ഈ സദാചാര പോലീസ്. നിങ്ങളാണോ? അയ്യോ, ഞാൻ സദാചാര പോലീസ് കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് കാണാൻ ഭാഗ്യം ഉണ്ടായത്. പക്ഷെ നിങ്ങൾക്ക് യൂണിഫോം ഒന്നും ഇല്ലല്ലോ. കൂൾ ഡൗൺ. സാധാരണ പോലീസിന്റെ ശമ്പളമൊക്കെ കിട്ടാറുണ്ടോ? ഇല്ലെങ്കിൽ ഇവിടെ തന്റെ ഈ കോളേജിലൂടെ അടിച്ചു പൊളിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഹലോ, വേണ്ട, ആരും ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. ഞാൻ വിളിച്ചു പറയുമ്പോ വന്നോ മതി. വടിയും കല്ലും ഒക്കെ എടുത്തോ. ശരി. അപ്പോ ഞാൻ ചോദിച്ചതിന് ചേട്ടന്മാര് സമാധാനം ഒന്നും പറഞ്ഞില്ല. ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടോ? പിന്നെ സദാചാര പോലീസ് കയറുന്നില്ല. എനിക്ക് മനസ്സിലായി. കുറെ നേരം കളിയാക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ സമാധാനപ്പെടൂ. ഇപ്പൊ മനസ്സിലായി. നമുക്ക് രണ്ടു പേർക്കും ഉപകാരമുള്ള ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ അതൊന്ന് കേൾക്ക്. എന്തുപകാരം? സുഹൃത്തെ, ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. എന്ത് പാലം? ഈ കോളേജിന്റെ പേരിൽ ഞാൻ സമ്പാദിക്കുന്നു, ശരി തന്നെ. പക്ഷേ എന്നാൽ അതുകൊണ്ട് നിങ്ങൾക്കും ചില പ്രയോജനങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കേ. എന്ത് പ്രയോജനം? അതായത് നിങ്ങൾ സദാചാര പോലീസ് ചമഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒന്നും കിട്ടും. വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് അച്ഛാ ഒരു മിഠായി ഇതാ എന്ന് മക്കൾ പറഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള കാശ് പോലെ നിങ്ങൾക്ക് കിട്ടില്ലല്ലോ. പേരിൽ പോലീസൊക്കെ ഉണ്ട്, പക്ഷെ ഒരു യൂണിഫോം ഉണ്ടോ? ഇല്ലല്ലോ.
ഞാൻ നിങ്ങൾക്ക് ശമ്പളവും നല്ല യൂണിഫോമും തരും. കോളേജ് ഓഫ് ലവിന്റെ സെക്യൂരിറ്റി ഗാർഡ് ഇനി മുതൽ നിങ്ങളാണ്. എന്ത് പറയുന്നു? അത് ശരിയാവൂല സാറേ. ഞങ്ങളുടെ പുറത്ത് കുറെ പിള്ളേര് വന്നിട്ടുണ്ടേ, അവരോട് അങ്ങോട്ട് പറഞ്ഞു ഒപ്പിക്കാൻ പറ്റില്ല. അതിനൊന്നും കുഴപ്പമില്ല. അതിനെന്താ പ്രശ്നം? അത് ശരിയാവില്ല. അത് എന്താ ശരിയാവാത്തത്? അതെ, ഞങ്ങൾക്ക് ഈ പ്രേമിച്ച് നടക്കുന്നവരൊക്കെ പിടിച്ച് പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ത്രില്ലുണ്ടല്ലോ. ആവട്ടെ, ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. പക്ഷേ മാസം ശമ്പളം ഞാൻ തരും. പിന്നെ നിങ്ങൾ ഇടയ്ക്കൊക്കെ വന്ന് ഇവിടെ ഇൻഷുർ ചെയ്ത സാധനങ്ങളൊക്കെ തല്ലിപ്പൊളിക്കണം. പിന്നെ വിദ്യാർത്ഥികൾക്ക് ഉപദ്രവമില്ലാത്ത തരത്തിൽ അവരെ വന്ന് പിടിക്കുന്നതിനുള്ള സൗകര്യവും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. അത് നമ്മുടെ കോളേജിൻ്റെ ഒരു പബ്ലിസിറ്റിയാവും. ഏതായാലും ഇപ്പം നിങ്ങൾ വന്ന് ഇതൊക്കെ തല്ലിപ്പൊളിച്ചതിനുള്ള ന്യൂസ് ചാനലിൽ ഞാൻ കൊടുക്കണോ അതോ നിങ്ങൾ കൊടുക്കുമോ? ന്യൂസ് ഞങ്ങൾ കൊടുത്തോളാം, പക്ഷെ അതിന്റെ പൈസ ഞാൻ തരും. പൈസ ഞാൻ തരും.